പെൺകുട്ടികൾക്ക് എപ്പോഴും അവരുടെ അച്ഛന്മാരോട് ഒരു പൊടിക്ക് സ്നേഹം കൂടുതലുണ്ടായിരിക്കും അല്ലേ? എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ അമ്മേനേക്കാളും എനിക്ക് എൻ്റെ അച്ഛനോട് ഒരു പൊടിക്ക് സ്നേഹം ഇച്ചിരി കൂടുതലാണ്. അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണം ഉണ്ടായിരുന്നു. എനിക്ക് 1.5 വയസ്സുണ്ടായിരുന്നപ്പോൾ എൻ്റെ അനിയൻ ജനിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം മുതൽ അമ്മേനെ ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടാണ്ടായി. അങ്ങനെ ഞാൻ അച്ഛൻ്റെ സൈഡായി, അച്ഛൻ്റെ കൂടെയായി കിടപ്പും എല്ലാം. അങ്ങനെ അച്ഛനോടൊരു സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് വന്നു തുടങ്ങി. ഇന്നും ആ ഒരു അറ്റാച്ച്മെൻറ്റിന് ഒരു കുറവും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അന്നത്തെ പോലെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യാറ്. ഒരു 6 വർഷം മുന്നേ സെപ്റ്റംബർ 29 ഏകദേശം ഒരു 4 മണി 4:30 കൂടിയാണ് അച്ഛൻ ആദ്യമായിട്ട് വയ്യാതാവുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ടേണിങ് അവിടെ നിന്നായിരുന്നു. ചുക്കേതാ ചുണ്ണാമ്പേതാന്ന് അറിയാത്ത പരുവത്തുനിന്ന് ജീവിതത്തിൻ്റെ ABCD എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു 6 വർഷങ്ങളാണ് കഴിഞ്ഞു പോയത്. പെട്ടെന്നൊരു ദിവസമാണ് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. അച്ഛയ്ക്ക് അതുവരെ പ്രഷറോ ഷുഗറോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ ഒന്നുകൂടി നല്ലത് ചെക്ക് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. അച്ഛയ്ക്ക് വയ്യാണ്ടാവുന്ന ആ ഒരു ടൈമിൽ കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ടൈം ആയതുകൊണ്ടും ഞങ്ങൾ കുട്ടികളായതുകൊണ്ടും മെഡിക്കൽ കോളേജ് ആയതുകൊണ്ടും അച്ഛനൊരു 3 മാസത്തേക്ക് ഞങ്ങൾ തീരെ കണ്ടിട്ടില്ല. എന്താണ് അവസ്ഥ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. കാരണം അച്ഛൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ഏകദേശം ഒരു 3 മാസത്തിന് ശേഷം മെഡിക്കൽ കോളേജിൽ നിന്ന് മൂവാറ്റുപുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അച്ഛനെ കാണുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അന്ന് വരെ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ പിന്നീട് ഞാൻ നോക്കുമ്പോൾ സംസാരിക്കുന്നില്ല. അന്നാണ് സ്ട്രോക്ക് എന്നുള്ള വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. സ്ട്രോക്ക് വന്ന് അച്ഛൻ്റെ റൈറ്റ് സൈഡ് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയി, അല്ലെങ്കിൽ ബലമില്ലാണ്ട്, അല്ലെങ്കിൽ ആ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് അഡ്ജസ്റ്റ് ആവാൻ ഞങ്ങൾക്ക് കുറച്ച് ടൈം വേണ്ടി വന്നു. ആ സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്സിലൊക്കെ പോകാണ്ട് വീട്ടിലിരിക്കുന്നതുകൊണ്ടും അച്ഛൻ്റെ അടുത്ത് എപ്പോഴും ആളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അച്ഛനെ നന്നായിട്ട് നോക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കേട്ടിട്ടില്ല, ഒരു ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അപകടം വരുമ്പോഴൊക്കെയാണ് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവുക നമുക്ക് മനസ്സിലാവാമെന്ന്. ആ ഒരു കാര്യം എൻ്റെ കാര്യത്തിൽ ഭയങ്കര കറക്റ്റാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കര ഡിയറസ്റ്റ് ആണെങ്കിൽ ഭയങ്കര കാര്യമാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പലരുടെയും യഥാർത്ഥ നിറം എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്. അച്ഛയായിട്ട് യാതൊരു രക്തബന്ധവും ഇല്ലാണ്ടിരുന്ന അമ്മയുടെ റിലേറ്റീവ്സും ഞങ്ങളുടെ കസിൻസും ഒക്കെയാണ് കേട്ടോ അച്ഛനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അന്ന് മുതൽ ഞങ്ങളുടെ അമ്മ ഒരു സിംഗിൾ പേരൻ്റാണ്. 2 മക്കളെയും അതോടൊപ്പം തന്നെ 3ാമതൊരാളായിട്ട് അച്ഛനെയും നോക്കിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഇന്നും എൻ്റെ ഹീറോ അച്ഛൻ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അമ്മയാണ് എൻ്റെ സ്ട്രെങ്ത്.